അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ അറിയാത്ത അറിവുകൾ എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്കും സ്വാഗതം. അറിയാത്ത അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആളുകളാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അള്ളാഹു നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. കിട്ടുന്ന ഇൽമ് അത് ഉപകാരമുള്ള ഇൽമായിട്ട് അള്ളാഹു നമ്മുടെ ആ ഇൽമുകളെയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ പുതിയ അറിയാത്ത അറിവുകളിൽ നമ്മളെല്ലാവരും ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലുന്നവരാണ്. പൊതുവെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമായി പോകരുത് ബിസ്മി. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒന്നിലും ബറക്കത്തില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു നല്ല കാര്യത്തിലെന്തില്ല, ബറക്കത്തില്ല എന്നാണ്. അത് ബറക്കത്ത് നഷ്ടപ്പെട്ട കർമ്മമാണെന്നാണ്. ബിസ്മിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. എപ്പോഴും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്. എന്നാൽ ബിസ്മി നമുക്കൊരുപാട് പരിഹാര മാർഗങ്ങൾ നൽകുന്നതാണ് ബിസ്മി. ആ ബിസ്മി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. ഒരാൾ ഉറങ്ങാൻ നേരത്ത് ഒരു 21 പ്രാവശ്യം ബിസ്മി ഓതിക്കിടന്നാൽ, നാം സാധാരണ വാതിലക്കടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അത് പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. പാത്രങ്ങൾ സ്ത്രീകൾ മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. വീട്ടിലെ കഥകൾ ജനലിലൊക്കെ അടക്കുമ്പോൾ ബിസ്മി ചൊല്ലി അടക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ നേരത്ത് വിരിപ്പിലെത്തിയാൽ ഒരു 21 പ്രാവശ്യം ഒരാൾ ബിസ്മി ഓതിക്കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല, മോഷ്ടാക്കളായ കള്ളന്മാരായ ആളുകളെ ആ വീടിനെ സംരക്ഷിക്കുമെന്നാണ് മഹത്തുക്കൾ ഈ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ ശൈത്താൻ്റെ പ്രയാസമുള്ള ചില ആളുകൾക്ക് വലിയ അസ്വസ്ഥതകളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കാണാം. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുന്നവരൊക്കെ കാണാം, ചെറിയ കുട്ടികളൊക്കെ കാണാം. അപ്പോൾ അത് കണ്ടാൽ ഉടനെ ചെവിയിൽ ഒരു 21 പ്രാവശ്യം ബിസ്മി ഓതിയാൽ അല്ലെങ്കിൽ ചെവിയിൽ ഓതിക്കൊടുത്താൽ അതിന് ശമനമുണ്ടാകും എന്നുള്ളൊരറിവാണ്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾക്ക് സിഹിർ സംബന്ധമായിട്ട് എപ്പോഴും അസ്വസ്ഥതകളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു 100 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി തലയിലൂതിയാൽ അതൊരാഴ്ച തുടർന്നാൽ അവർക്ക് ആ അസുഖങ്ങളിൽ നിന്ന് രക്ഷയാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. നല്ല വേദനയുള്ള ആളുകൾക്ക്, ശരീരത്തിന് വേദന, കൈകാലുകൾക്ക് രാത്രി വേദനകൾ, തലവേദനയുള്ള മറ്റു വേദനകളുള്ള ആളുകൾക്ക് ഒരു 100 പ്രാവശ്യം ബിസ്മി ഓതിയിട്ട് വെള്ളത്തിലോ അല്ലെങ്കിൽ തലയിലോ മന്ത്രിച്ചോതിയാൽ അതിന് നല്ല ഫലമുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി വലിയ മാരക രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയും, അതിപ്പോൾ ഒരു വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ ഒരു 100 പ്രാവശ്യം എത്തുമ്പോൾ ഒന്ന് ഓതിക്കഴിഞ്ഞിട്ട് ഊതുകയും, അങ്ങനെ അവസാനം ഒരു 786 ഒരു 7 പ്രാവശ്യം ഊതിയതിന് ശേഷം അവസാനം ഒരു 86 കഴിഞ്ഞാൽ വെള്ളത്തിൽ 3 പ്രാവശ്യം ഊതി ആ വെള്ളം കുടിച്ചാൽ സർവ്വരോഗങ്ങൾക്കും ശിഫയാണെന്ന് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അള്ളാഹു ഈ രോഗത്തിനുള്ള ടിപ്സ്, ഈ പ്രയാസങ്ങൾക്കുള്ള ടിപ്സ് ഈ അറിയാത്ത അറിവുകളിൽ നിന്ന് സ്വായത്തമാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.